ഹലോ ഗൈസ്, അപ്പോൾ ഇന്നതാ നമ്മൾ പോകുന്നത് എൻ്റെ അമ്മമ്മയുടെ നാടായിട്ടുള്ള പൂക്കോട്ടൂരിൽ ഉത്സവം കൂടാനാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഋതുസിനെ എൻ്റെ ഷാളിൻ്റെ ഉള്ളിൽ പുതപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും മഴയൊക്കെ പോയി നല്ല ക്ലൈമറ്റ് ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ പൂക്കോട്ടൂർ എത്തിയപ്പോൾ അവിടുത്തെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ ഒരു സൈഡിലാക്കിയ ശേഷം ഉള്ളിലേക്ക് കയറി. അപ്പോൾ അമ്പലത്തിൽ കോമരം തുള്ളലും ചെണ്ടമേളമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് അത് മുഴുവൻ കണ്ടു കേട്ടോ. അമ്മയൊക്കെ ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പുറത്ത് സ്റ്റേജിൽ കലാപരിപാടികളൊക്കെ തുടങ്ങി. അവിടുത്തെ കുട്ടികളുടെയും അമ്മായിമാരുടെയൊക്കെ ഡാൻസ്, തിരുവാതിര, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മാമൻ്റെ മോളും ഡാൻസ് കളിച്ചിരുന്നു, പക്ഷെ അതെനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ട ശേഷം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഫുഡ് കഴിക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. കുറച്ച് സമയം ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടിയത്. നെയ്ച്ചോറും പിന്നെ നമ്മുടെ ഗ്രീൻ പീസും സോയാബീനും ഇട്ടിട്ടുള്ള മസാലക്കറിയും സാലഡും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ സദ്യ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ നെയ്ച്ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീമും ഉപ്പിലിട്ടതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. എൻ്റെ മാമൻ്റെ മോളും ആൻറ്റിയൊക്കെയാണ് കേട്ടോ കൂടെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് തന്നെ പോയി. അവിടെ തായമ്പക നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അത് കണ്ടു നിന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൽ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10 മണി വരെയൊക്കെ നമ്മളവിടെ നിന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പോരുന്ന വഴിക്ക് പിന്നെ അവിടുത്തെ കടകളിലൊക്കെ കയറി ഋതുസ് അവർക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.